السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الحمد لله الأحد الجبار والصمد الغفار. وأشهد أن لا إله إلا الله الواحد القهار. وأشهد أن محمدا عبده ورسوله النبي المختار. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يكون لهم الخيرة من أمرهم ومن يعص الله ورسوله فقد ضل ضلالا مبينا. ഏറെ സ്നേഹബഹുമാനം നിറഞ്ഞ പ്രഗത്ഭ വ്യക്തിത്വങ്ങളെ, മറ്റു ബഹുമാന്യരായ കാരണന്മാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഒരു പതിറ്റാണ്ട് പുറകിലെ ഈ മൈതാനിയുടെ നേരെ ഓപ്പോസിറ്റിൽ അള്ളാഹുവിൻ്റെ തൗഹീദ് പറയാൻ നമ്മളിവിടെ സംഗമിക്കുമ്പോൾ അള്ളാഹു അവൻ്റെ കമാരങ്ങൾ തുറന്നു തന്നതിൻ്റെ വലിയൊരു ദൃഷ്ടാന്തമാണ് നമ്മളുടെ ഈ മസ്ജിദ് എന്ന് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും അധ്വാനങ്ങളും ഒരു സ്വാലിഹായ അമലായി നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ അധ്യാപനങ്ങൾ ഏതൊരു കാലഘട്ടത്തിലും മാനവരാശിക്ക് ഉപകാരപ്രദമായ ഒന്നാണ്. ആ ആശയം പേറുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം 6-ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്തവരാണ് എന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഓരോ ചര്യകളും ഓരോ അധ്യാപനങ്ങളും ഓരോ ദിവസവും തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് ജില്ലയിൽ ബസ്സിൽ വെച്ചൊരു ചെറുപ്പക്കാരി ഒരാളുടെ വീഡിയോ അയാൾ അറിയാതെ എടുത്തപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും ആ വ്യക്തി ആത്മഹത്യ ചെയ്യുമ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയകളുടെ ചർച്ചകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ശരീരത്തിന്റെ 2 സൈഡുകളിലും ക്യാമറ വെച്ച് നടക്കണം എന്ന് ആവശ്യപ്പെടുന്ന ആളുകൾ, ഒരു സീറ്റിൽ സ്ത്രീ ഇരിക്കുന്നുവെങ്കിൽ അവിടെ ഒരു കബോർഡ് വെച്ച് മറച്ച് ഇരിക്കണമെന്ന് പറയുന്ന ആളുകൾ, ബസിന്റെ മുകളിൽ ഒരു ഗ്രില്ല് അല്ലെങ്കിൽ ഷട്ടർ വേണമെന്നും മുന്നിൽ സ്ത്രീകളും പുറകിൽ പുരുഷന്മാരും സെപ്പറേറ്റ് ചെയ്യപ്പെടണം എന്ന് വാദിക്കുന്നവർ, ആണുങ്ങൾക്കും സ്ത്രീകൾക്കും സെപ്പറേറ്റ് ബസ്സുകൾ വേണമെന്ന് വാദിക്കുന്നവർ, ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ ഒരു 2 ആഴ്ച പുറകിൽ ചർച്ചകൾ കടന്നു വരുമ്പോൾ നമ്മളെ പരിഹസിച്ചിരുന്ന ആളുകൾ പറഞ്ഞിരുന്നത്, ആണിന്റെ അടുത്ത് പെണ്ണിരുന്നാൽ പെണ്ണിന്റെ അടുത്ത് ആണിരുന്നാൽ ആകാശം പൊട്ടി വീഴുമോ, ഒന്ന് തൊട്ട് എന്ന് വിചാരിച്ച് പ്രയാസങ്ങൾ ഉണ്ടാകുമോ എന്ന് പറഞ്ഞിരുന്ന ആളുകളാണ് ഇങ്ങനെ സംസാരിക്കുന്നതെങ്കിൽ തെളിയിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അള്ളാഹുവിന്റെ നിയമത്തിൽ അല്ലാഹു തആല എന്തൊന്ന് അവതരിപ്പിച്ചുവോ അത് യാഥാർത്ഥ്യമാണെന്ന് കാലം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. തൊടികപ്പുലത്തിന്റെ റെയിൽവേ ട്രാക്കിന്റെ ഓരത്ത് 14-കാരി പെൺകുടി 2 കൈയും പുറകിലേക്ക് ബന്ധിക്കപ്പെട്ട് സ്വന്തം സ്ഥാപനത്തിൽ പഠിച്ചിരുന്ന സഹപാഠിയാൽ 16-കാരനാൽ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊല ചെയ്യപ്പെടുമ്പോ അതിന്റെ ഡെഡ് ബോഡിക്ക് താഴെ അവളുടെ പ്രിയപ്പെട്ട പിതാവ് വിങ്ങി നിൽക്കുമ്പോ, അന്നപാനീയങ്ങളില്ലാതെ മാതാവ് വീട്ടിൽ തളർന്നിരിക്കുമ്പോ, ബെസ്റ്റി എന്നും ഗേൾ ഫ്രണ്ട് എന്നും ബോയ് ഫ്രണ്ട് എന്നും മോമനെ പേരിടുന്ന ആളുകളോട് അതിന് അതിർവരമ്പുകൾ വേണമെന്നുള്ളതും അല്ലാഹു തആല ഒരു സ്ത്രീയുടെ സുരക്ഷിതത്വത്തിനാണ് നിയമങ്ങൾ അവതരിപ്പിച്ചത് എന്നും അവർ തിരിച്ചറിയപ്പെടാനും ആക്രമിക്കപ്പെടാതിരിക്കാനുമാണെന്ന് പറഞ്ഞപ്പോ അതിനെ പരിഹസിച്ചിരുന്ന ആളുകൾക്ക് ബോധ്യപ്പെടുന്ന യാഥാർത്ഥ്യങ്ങളാണ് ദിനംപ്രതി വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഈ പ്രമാണങ്ങളുടെ അധ്യാപനങ്ങളാണ് നമുക്കുള്ള ദിശാബോധം നൽകുന്നത് എങ്കിൽ
ആ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് പോകണോ, നരകത്തിയിൽ നിന്ന് രക്ഷപ്പെടണോ, മുഴുവൻ കാര്യങ്ങളും അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നതാണ്. അവിടെ പ്രവാചകന്റെ ഹദീസിൽ സ്വഹീഹ് മുസ്ലിമിലൂടെ കാണാം, മാമിൻ ഷൈഇൻ യുഖർരിബുക്കും ഇലൽ ജന്ന, ഏതേത് കാര്യം നിങ്ങളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതുണ്ടോ, ഇല്ലാ ഖദ് ഹദ്ദസ്തക്കും, അത് നിങ്ങൾക്ക് അറിയിച്ചു തന്നിട്ടല്ലാതെ ഇല്ല. വമാ മിൻ ഷൈഇൻ യബ്ഉദുക്കും അനിന്നാർ, നരകത്തിൽ നിങ്ങൾ അകറ്റി നിർത്തുന്ന ഏതേത് കാര്യമുണ്ടോ, ഇല്ലാ ഖദ് നഹൈതുക്കും അൻ, അതിനെപ്പറ്റി നിങ്ങളോട് വിരോധിച്ചിട്ടല്ലാതെ ഇല്ല എന്നാണ്. നമുക്ക് സ്വർഗത്തിലേക്ക് പോണോ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണോ, മുഴുവൻ കാര്യങ്ങളും ലോകത്തിന്റെ പ്രവാചകൻ പറഞ്ഞത്. അതിൽപ്പെട്ട ഏറ്റവും വലിയ പുണ്യം നേടാനുള്ള അവസരങ്ങളാണ് അള്ളാഹുവിന്റെ പള്ളികൾ എന്ന് പറയുന്നത്. ആ പള്ളികളിലൂടെ നേടാനുള്ള അമലുകളുടെ മുഴുവൻ സാഹചര്യങ്ങളും അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പറഞ്ഞു തരുന്നുണ്ട്. പ്രിയമുള്ളവരെ, കാളിയാലയുടെ മണ്ണിൽ ഈ ഒരു പള്ളി ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോ അൽഹംദുലില്ലാഹ് അള്ളാഹു തുറന്നു തരുന്ന അവസരങ്ങൾ എന്തൊക്കെയെന്നറിയോ? നമ്മളുടെ വീടുകളിൽ നിന്ന് വുളു എടുത്തുകൊണ്ടാണ് അള്ളാന്റെ പള്ളിയിലേക്ക് നമ്മൾ കടന്നു വരുന്നത് എങ്കിൽ, പ്രിയമുള്ളവരെ, ആ പള്ളിയിലേക്ക് കടന്നു വന്ന് നമസ്കാരം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയം വരെ അള്ളാന്റെ മലായിക്കത്തുകൾ ഇങ്ങനെ ദുആ ചെയ്യുകയാണ്. അതല്ലെങ്കിൽ അവന്റെ വുളു മുറിയുന്നത് വരെ അല്ലാഹുമ്മ അഗ്ഫിർ ലഹു, അല്ലാഹുവേ ഈ മനുഷ്യന് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്, വർഹംഹു, ഈ മനുഷ്യന് നീ കരുണ ചെയ്യണേ അല്ലാഹ്, വതുബ് അലൈഹി, ഇവന്റെ പശ്ചാത്താപത്തെ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവിന്റെ മലായിക്കത്തുകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഓരോ കാലടികൾക്ക് അള്ളാഹുവിന്റെ അടുക്കലോടെ ദറജ ഉയരുകയാണ്, തിന്മകൾ ഇങ്ങനെ മായ്ക്കപ്പെടുകയാണ്. നമസ്കാരത്തിന്റെ ഫളലുകളിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. ഒരു ഇശാ ആണോ നിങ്ങൾ ജമാഅത്തായി നിസ്കരിക്കുന്നതെങ്കിൽ ഫകഅന്നമാ ഖാമ നിസ്ഫുൽ ലൈലി കുല്ലാ, ഒരു രാത്രിയുടെ പകുതി നിങ്ങൾക്ക് നമസ്കരിച്ച കൂലിയാണെങ്കിൽ, അതല്ല സുബഹിയാണ് നിങ്ങൾ ജമാഅത്തായി നിസ്കരിക്കുന്നത് എങ്കിൽ ഫകഅന്നമാ സല്ലൽ ലൈല കുല്ലാ, ഒരു രാത്രി മുഴുവൻ നിസ്കരിച്ച കൂലിയാണ് അള്ളാഹു നൽകുന്നത് എന്നാണ്. പ്രിയമുള്ളവരെ, അതിന്റെ നമസ്കാരങ്ങളും ആ പള്ളിയോടുള്ള പെരുമാറ്റങ്ങളും സുബഹി കഴിഞ്ഞ് ഇശ്റാഖിന്റെ സമയം വരെ ഇരിക്കാനുള്ള മനസ്സുണ്ടോ? എന്നിട്ട് അള്ളാഹ്ക്ക് വേണ്ടി നിങ്ങൾ നമസ്കരിക്കുന്നുണ്ടോ? ഹജ്ജിന്റെ ഉംറയുടെ പ്രതിഫലമാ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് എന്നാണ്. പള്ളി പരിപാലിക്കുന്നവരെ, അതിനും അല്ലാഹു തആല അള്ളാന്റെ ആളുകളായി നാളെ വിളിക്കപ്പെടുന്ന അവസ്ഥയില്ലയോ? നോക്കണേ നിങ്ങൾ, അവിടെയും ഒരുപാട് പ്രതിഫലങ്ങളാണ് അള്ളാഹു നൽകുന്നത് എങ്കിലോ പള്ളിയുമായി നമസ്കാരമുണ്ടോ? അവിടെ എന്തൊക്കെ കാര്യങ്ങൾ നടക്കണമെന്നോ അത് കഴിഞ്ഞാലുള്ള ദുആകളില്ലേ? അള്ളാന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മുഅവ്വിദതൈനി പാരായണം ചെയ്യാൻ, ഇഖ്ലാസ് പാരായണം ചെയ്യാൻ, ആയത്തുൽ കുർസി പാരായണം ചെയ്യാൻ, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്ന ദിക്റുകള് ഇനി അല്ലാഹുവിനോട് നമുക്ക് ചെയ്യാനുള്ള ഫർളിന്റെ ശേഷമുള്ള ദുആകള്. അതിലുപരി പ്രിയമുള്ളവരെ, മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ മുത്ത് റസൂൽ പറയുന്ന മുആദേ, അല്ലാഹുവാണേ സത്യം, ഉഹിബ്ബുക, നിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് മുആദ്, നിന്നോട് വല്ലാത്ത ഇഷ്ടമുണ്ട് മുആദ്. അതുകൊണ്ട് നീ പറയേണ്ട ഒരു വാക്കുണ്ട് നിസ്കാരം കഴിഞ്ഞാൽ, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക. നിസ്കാര ശേഷം ദുആ ചെയ്യാനാണ്. ഇങ്ങനെ എല്ലാ ദുആകളും അല്ലാഹുവിന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പള്ളിയുമായി നമ്മളോട് പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ, എന്റെ പ്രിയമുള്ളവരെ, അതിനോട് ലംഘിക്കുന്ന അവസ്ഥകളിലോട് ഒരുപാട് അനാചാരങ്ങളാണ് അള്ളാന്റെ പള്ളിയുമായി കടന്നു വരുന്നത് എങ്കിൽ തിരിച്ചറിയാൻ വേണ്ടി മാത്രം ചില വസ്തുതകളെ വിശദീകരിക്കുകയാണ്. പള്ളികൾ എന്തിനാണ്? അള്ളാഹ്ക്ക് ആരാധന ചെയ്യാനുള്ള ഇടമാണെങ്കിൽ
ആ പള്ളികളിൽ എന്റെ പ്രിയമുള്ളവരെ മുത്തുനബിയുടെ ചര്യകളാണ് നമുക്ക് നടത്താനുള്ളത്. സ്വർഗത്തിലേക്കുള്ള മുഴുവൻ കാര്യങ്ങളും ഉണ്ടെന്ന് പറയുമ്പോ ഒരു പള്ളിയുമായി സ്വർഗം വാങ്ങാനുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അത് മുഴുവനും ലോകത്തിന്റെ പ്രവാചകൻ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിലോ പ്രിയമുള്ളവരെ, നമസ്കാരം കഴിഞ്ഞാൽ എങ്ങനെയാണ് ദുആ ചെയ്യാനുള്ളത്, ഇമാമിന്റെ പെരുമാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഓരോ മാസങ്ങളിലും റമദാനുകളിൽ എങ്ങനെയാണ്, ശവ്വാലുകളിൽ എങ്ങനെയാണ്, പെരുന്നാൾ എങ്ങനെയാണ്, അള്ളാന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിലോ പ്രിയമുള്ളവരെ, ആ അടിസ്ഥാന തത്വങ്ങളിൽ നിന്ന് മാറിയിട്ട് കാളിയാലയുടെ മണ്ണില് ആരെയും അപകീർത്തിപ്പെടുത്താനല്ല, ആരെയും മോശമായി സംസാരിക്കാനല്ല, അള്ളാന്റെ പള്ളികളുടെ ലക്ഷ്യങ്ങളിൽ നിന്ന് പല ആളുകളും ഇന്ന് വ്യതിചലിക്കുന്ന സാഹചര്യങ്ങളാണ്. നമ്മൾ ഓരോരുത്തരും തുടങ്ങാൻ ഞാൻ പറയുന്ന ഇത്രയേ ഉള്ളൂ. നമ്മൾ ഓരോ പള്ളിയിൽ വന്ന് പറയും ഇന്ന ഖത്തീബിന്റെ കാലത്ത് തുടങ്ങി വെച്ചതാണ്. കാളിയാല ജമാഅത്തിലുള്ള ആളുകളോട് ഒരു 30 കൊല്ലം മുമ്പ് മുസ്ലിം ഉമ്മത്തിന് പരിചയമില്ലാത്ത എന്തൊക്കെ ആചാരങ്ങളാണ് 30 കൊല്ലത്തിന് ശേഷം വന്നേ. നമ്മൾ പറയും ഇന്ന ഷെയ്ഖ് ഇജാസത്ത് കൊടുത്തതാണ്, ഇന്ന ആളാണ് തുടങ്ങി വെച്ചത്. നിങ്ങൾക്കറിയോ, ഇപ്പൊ നിസ്കാരം കഴിഞ്ഞാൽ കൂട്ടുപ്രാർത്ഥന നടത്തുന്ന രംഗമുണ്ട്. നമ്മളൊക്കെ പറയുന്ന മുജാഹിദർക്ക് പ്രാർത്ഥന ഇല്ലാത്തതുകൊണ്ടാണ്. അങ്ങനെയല്ലേ നമ്മൾ പറയല്? ഞങ്ങൾ എന്തേ പറഞ്ഞുള്ളൂ, പ്രാർത്ഥന ഉണ്ട്. പ്രാർത്ഥനയുണ്ടെന്ന് മാത്രമല്ല പ്രിയമുള്ളവരെ, ദിക്റുകൾക്ക് ശേഷമാണ് നിങ്ങൾ ദുആ ചെയ്യേണ്ടത്. ആ സുന്നത്ത് നമസ്കാരത്തിന് മുമ്പ് ദിക്റുകളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവണേ. അതാണ് മുത്തുനബിയുടെ ചര്യ. ഫർള് നമസ്കാരങ്ങളുടെ ശേഷമുള്ള പ്രാർത്ഥന ഇജാബത്തിന് സാധ്യമുള്ള പ്രാർത്ഥനയാണ്, ഉത്തരം കിട്ടാൻ സാധ്യതയുള്ള പ്രാർത്ഥനകളാണ്. ആ പ്രാർത്ഥന നടത്തേണ്ടത് എങ്ങനെയാണ്? രഹസ്യമായി നടത്തണേ, വിനയത്തോടുകൂടെ നടത്തണേ എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, അതിനെ മാറ്റിമറിച്ചതാരാ? ഏതെങ്കിലും ചില ആധുനിക പണ്ഡിതന്മാര് ഉച്ചത്തിലൂടെ നമസ്കാര ശേഷമുള്ള ദിക്റുകളാകാമെന്ന് പറഞ്ഞവരുണ്ടെങ്കിൽ അതെന്തിനാണ് അവർ ചർച്ച വന്നത് എന്ന് പോലും അറിയുമോ നിങ്ങൾക്ക്? മഅ്മൂമീങ്ങളായ അറിയാത്ത ആളുകൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലോ, അതല്ലാതെ ഉച്ചത്തിലൂടെ ചൊല്ലാ, ഉച്ചത്തിലൂടെ ഇമാമ ദുആ ചെയ്ത് മഅ്മൂമീങ്ങൾ ആമീൻ പറയാ അല്ലാഹുവിന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. പള്ളി ദർസകളിലൂടെ പ്രാഥമികമായി പഠിപ്പിക്കുമ്പോ പിന്നില് മഅ്മൂമികളില്ലെങ്കിൽ എണീറ്റ് പോകണമെന്നല്ലേ അവിടുന്ന് പഠിപ്പിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ തീർന്നില്ല. 7 നൂറ്റാണ്ട് പുറകിലോട് ബഹറുൽ മുഹീത്ത് എന്ന് പറയുന്ന തഫ്സീറിലൂടെ കാണാ 500ഓളം വരുന്ന സ്വഹാബത്തിനെ കണ്ട് പരിചയമുള്ള മഹാനായ ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായം എടുത്തുദ്ധരിക്കുന്നുണ്ട്. ഞാൻ കണ്ട മുസ്ലിമീങ്ങളായ സ്വഹാബ, ആ മുസ്ലിമീങ്ങളായ സ്വഹാബ മാക്സിമം ആരാരും അറിയാത്ത ആരാധനകളെ രഹസ്യമാക്കുന്നവരാണ്. അവരുടെ ദുആകളെ അവർ ഉച്ചത്തിലൂടെ ആക്കാറുണ്ടായിരുന്നില്ല. ഇന്ന് പല ആളുകളും ശബ്ദത്തിലൂടെ ദുആ ചെയ്യുന്നത് കണ്ടിട്ടാണ് അദ്ദേഹം പറഞ്ഞതെങ്കിൽ അത് ഉദ്ധരിച്ചുകൊണ്ട് ബഹർ മുഹൈത്തിലൂടെ അതിന്റെ ഓദർ എഴുതി വെക്കുന്നത്. ഇതെങ്ങാനും ഹസനുൽ ബസരി കണ്ടിരുന്നെങ്കിലോ, ചില ശൈഖുമാരുടെ പ്രൗഢി എടുക്കുന്ന ആളുകളോ, സ്വയം വേഷം സ്വീകരിക്കുന്ന ആളുകളോ, കയ്യുമുത്താനായി വെച്ചു കൊടുക്കുന്ന ആളുകള് തഫ്സീർ ബഹർ മുഹീത്തിലൂടെ ചർച്ചയിലൂടെ കടന്നു വന്നിട്ടുണ്ടെങ്കിലോ, എന്റെ പ്രിയമുള്ളവരെ ദുആ ചെയ്യണേ. ഉച്ചത്തിലൂടെ പ്രാർത്ഥന നടത്തുന്ന സന്ദർഭവുമില്ല. എന്നാൽ അല്ലാഹുവിനോട് ഹംദ് പറഞ്ഞ് പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ടാ നിങ്ങൾ ദുആ ചെയ്യാറുള്ളത്. അതല്ലെങ്കിൽ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ധൃതി കാണിച്ചവനാണ്. അജിലഹാദാ എന്ന് അല്ലാഹുവിന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനൊരു ഉദാഹരണം പറഞ്ഞത് മാത്രം. ചില ആളുകളൊക്കെ പറയും എന്താ പ്രശ്നം, നമ്മൾ പറയുന്നത് ആ വിഷയത്തിന് നിങ്ങൾക്ക് തർക്കമുണ്ടോ? ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫർദൂഹു ഇലല്ലാഹി വറസൂൽ. ആ വിഷയത്തെ അല്ലാഹുവിലേക്ക് മടക്കുക, അവിടുത്തെ പ്രവാചകനിലേക്ക് മടക്കുക. പ്രിയമുള്ളവരെ, അവിടുന്ന് 20,000-ഓളം ജമാഅത്തുകൾക്ക് നേതൃത്വം കൊടുത്ത ലോകത്തിന്റെ പ്രവാചകൻ, അതിലെ ഏതെങ്കിലും ഒരു വക്തില് 2 പോലും വേണ്ട,
ഏതെങ്കിലും ഒരു വക്തിൽ അള്ളാഹുവിന്റെ ഹബീബ് തിരിഞ്ഞിരുന്ന് ദുആ നടത്തി സഹാബത്ത് ആമീൻ പറഞ്ഞാൽ നമുക്ക് ദുആ ചെയ്യാം. അതല്ല, അള്ളാന്റെ പ്രവാചകൻ ശരീഅത്തിന്റെ കാലഘട്ടങ്ങളിൽ സ്വഹാബത്ത് അങ്ങനെ ചെയ്യുമ്പോ അള്ളാന്റെ പ്രവാചകൻ മൗനാനുവാദം കൊടുത്താൽ നമുക്കത് ചെയ്യാം. അതല്ല, ഞാൻ അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പ്രവാചകൻ പറഞ്ഞാൽ നമുക്കത് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്ന് വാക്കുകൊണ്ട് പറഞ്ഞാൽ നമുക്കത് ചെയ്യാം. ഈ 4 അടിസ്ഥാനവും ഇല്ലാതെ പ്രിയമുള്ളവരെ എങ്ങനെയാണ് അത് മതമായിട്ട് മാറുന്നത്? എങ്ങനെയാ മതമായിട്ട് മാറുന്നത്? അതുകൊണ്ട് പ്രിയമുള്ളവരെ, എന്താണോ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതാണ് ഈ പള്ളിയിലൂടെ നടക്കുന്നത് എന്നുണ്ടെങ്കിൽ അതല്ലാത്ത ഒന്നും നിങ്ങൾക്ക് കാണൂല. അപ്പൊ ആളുകൾ പറയും, നിങ്ങളുടെ പള്ളിയിലെ ഖുതുബയില്ലേ, അത് മലയാളത്തിലല്ലേ? സ്വഹാബത്ത് മലയാളത്തിലല്ലാതെ ഖുതുബ നടത്തിയിട്ടില്ലല്ലോ, റസൂലുള്ള അറബിയിലല്ലാതെ ഖുതുബ നടത്തിയിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ മലയാളത്തിലൂടെ നടത്തുന്നത് എന്ന് ചോദിക്കുന്നവരോട് പ്രിയമുള്ളവരെ, ഒന്ന് റസൂലുള്ളാഹിന്റെ ഖുതുബയുടെ പ്രത്യേകത, ഖുതുബതാ യഖറഉൽ ഖുതുബതാ യജ്ലിസു ബൈനഹുമാ, 2 ഖുതുബയാണ് ലോകത്തിന്റെ പ്രവാചകൻ നടത്താറുള്ളത്. അതിനിടയിലൂടെ ഒന്ന് റസൂലുള്ളാഹി ഇരിക്കാറുണ്ട്. യഖറഉൽ ഖുർആൻ വയുദക്കിറുൻ നാസ്, ഖുർആനോദി ജനങ്ങളോട് ഉത്ബോധിപ്പിക്കുന്ന പതിവാണ് അള്ളാന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നത് എന്നുണ്ടെങ്കിലോ 10 കിതാബിലൂടെ പറഞ്ഞില്ലയോ, ബലീഅത്തും മിനൽ ഫഹ്മി, ഏറ്റവും ലളിതമായി മനസ്സിലാക്കുന്ന രീതികളിലാണ് ഖുതുബ നിങ്ങൾ നടത്തേണ്ടത് എന്നാ. ഇനി മലയാളമാണ് നിങ്ങളുടെ പ്രശ്നം എന്നുണ്ടെങ്കിലോ 4 മദ്ഹബിന്റെ ഫിഖ്ഹുകൾ ചർച്ച ചെയ്യുന്ന ഒരു കിതാബുണ്ട്, അൽ മദാഹിബുൽ അർബഅ എന്ന് പറയുന്ന കിതാബില് ഷാഫി മദ്ഹബിന്റെ അഭിപ്രായങ്ങളെ കാണാ. വശാഫിയ്യത ഖാലൂ അൻ തകൂന അർകാനൽ ഖുതുബതി അറബാ ഇദാ കാനൽ ഖൗമു അറബാ. കേൾക്കുന്ന ഓഡിയൻസ് ജനങ്ങൾ അറബികളാണെങ്കിലോ അതിന്റെ അർക്കാനുകൾ അറബിയിലാകണമെന്ന് നിർബന്ധമുണ്ട്. ഇനി അവർ അറബികളല്ല അനറബികളാണെങ്കിലോ അവിടെ അറബി വേണമെന്ന നിബന്ധന പോലുമില്ല. റുക്നിന്റെ വിഷയത്തിൽ പോലും പ്രിയമുള്ളവരെ, കാളിയാല പള്ളിയുടെ ഖുതുബകളിലോ അതിന്റെ ഹംദുകളാവട്ടെ റുക്നുകളാവട്ടെ അറബികളിലല്ലോ നിർവഹിക്കുന്നത്. പ്രിയമുള്ളവരെ, റസൂലുള്ളാഹി ഏത് ഭാഷയിൽ ഖുതുബ നടത്തിയെന്നല്ല, അവിടുന്ന് ജനങ്ങളുടെ ഭാഷയിലാ. അതാണ് പ്രവാചകന്റെ സുന്നത്തി എന്ന് പറയുന്നത്. അറബി നാട്ടിലാണോ അറബിയിലാണ്, മലയാള നാട്ടിലാണോ മലയാളത്തിലാണ്, തമിഴ്നാട്ടിലാണോ തമിഴിലാണ്, ജനങ്ങളുടെ ഭാഷയിലോ നമസ്കാരം കിബിലക്ക് തിരിഞ്ഞിട്ടാണെങ്കിലോ ഖുതുബയിൽ അവിടുന്ന് ഇമാം ജനങ്ങളോട് സംസാരിക്കുന്നത് ജനങ്ങളോട് അഭിമുഖീകരിച്ചുകൊണ്ടാ. നമുക്കുള്ള പ്രശ്നം എവിടെന്നറിയോ? നമ്മുടെ പള്ളികളിലൊക്കെ ഓതണ ഖുതുബ ഇബ്നു നബാത്തത്തിൽ മിസ്രിയുടെ നബാത്തിയ ഖുതുബയാണ് ഈ അറബി ഖുതുബയിൽ ഓതുക. ഇതര 300 കാലഘട്ടങ്ങളിൽ ഈജിപ്തിൽ ജീവിച്ചിരുന്ന ഇബ്നു നബാത്തത്തിൽ മിസ്രി എന്ന അന്നത്തെ പ്രഭാഷകന്റെ പ്രസംഗമാണ്. നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം എന്താ അറിയോ? അന്ന് അദ്ദേഹം എന്താണ് എഴുതി വെച്ചത് അത് പറയാണ്. അതിന്റെ ഏറ്റവും വലിയൊരു തെളിവ് നിബിധനത്തിന്റെ ഖുതുബയിൽ അരവരി പോലും നിബിധനില്ല. കാരണം അന്ന് നിബിധനില്ല, അതുകൊണ്ട് അന്ന് എഴുതിയപ്പോൾ അതുണ്ടായിട്ടില്ല. നബിയുടെ വഫാത്തും കരയേണ്ട വിഷയമാണ് ആ ഖുതുബയിൽ പറയണേ. നമ്മളിങ്ങനെ 4 ഖുതുബ ഇങ്ങനെ ആളുകൾ ഖുതുബ കേൾക്കണില്ല, മനസ്സിലാക്കണില്ല, പരിവർത്തനം ഉണ്ടാവണില്ല. കാളിയാല പള്ളിയിലെ ഖുതുബ വന്നാൽ ഓരോ വെള്ളിയാഴ്ച പുറത്തിറങ്ങുമ്പോ ഒരു പരിവർത്തനങ്ങൾ നിങ്ങളിലൂടെ സാധ്യമാണ്. മാറ്റുണ്ടാകും, ഈമാന് വരും. നേരെ മറിച്ച് ഞാൻ ആരെയും ആക്ഷേപിക്കാൻ പറയില്ല. ഒരു അറബി ഖുതുബ കേട്ട് നമ്മൾ ഇറങ്ങുമ്പോ എങ്ങനെ ഉണ്ടായിരുന്നു, നല്ല കൂറ്റുള്ള ഉസ്താദാൻ എന്നുള്ളതിലുപരി നമുക്ക് എന്താ മനസ്സിലായേ? താഴത്തെ പള്ളിയിൽ കുറെ ആളുകൾ ഇരിക്കും, മുന്നേ സൊഫിൽ പ്രായമുള്ള ഒരു ആത്മാർത്ഥമായിട്ട് ഖത്തീബിന്റെ മുഖത്ത് നോക്കിയിരിക്കും. അതിന്റെ ബാക്കിൽ ഇരിക്കുന്ന മധ്യവയസ്കരൊക്കെ ആ വിരിപ്പിന്റെ മേലെ ഫാന്റെ ചോട്ടിൽ താഴ്ത്തി ഇങ്ങനെ ഉറങ്ങും. പള്ളിയുടെ ഫസ്റ്റ് ഫ്ലോറിലാണ് ചെറുപ്പക്കാര്, കുട്ടികൾ, യൂട്യൂബ്, വാട്സപ്പ്, എക്സെൻട്ര ഒക്കെ അവിടെയാണ് അല്ലേ. അവിടെ നിന്ന് പിന്നെ പള്ളി ഐക്യപ്പെടപ്പോഴാണ് അതിന് ഗ്രൗണ്ട് ഫ്ലോറിനെക്കാളും പവർ ഉണ്ടാവും ഫസ്റ്റ് ഫ്ലോറിന്. അവിടെ നമ്മൾ ഐക്യപ്പെടാൻ നമുക്ക് അറിയണില്ല.
ദുൽഹജ്ജ് മാസത്തിലെ രണ്ടാമത്തെ ഖുത്ബയിലാണ് അറഫ നോമ്പിനെ പറ്റി പറയണേ. ആദ്യത്തെ വെള്ളിയാഴ്ച കഴിഞ്ഞ് രണ്ടാമത്തെ വെള്ളിയാഴ്ച ഒരിക്കൽ 2016 ശേഷം ദുൽഹജ്ജ് 1 വന്ന ഒരു ശനിയാഴ്ചയാണ്. ആദ്യത്തെ വെള്ളി ദുൽഹജ്ജ് 7, രണ്ടാമത്തെ വെള്ളി ദുൽഹജ്ജ് 14. അന്ന് നമ്മുടെ പള്ളിയിൽ എന്താ ഖുത്ബ ഓതിയേ? നാളെ അറഫയാണ്. ഹജ്ജാജ്മാര് ജംറ കയറും കഴിഞ്ഞ് നാട്ടിക്ക് ഫ്ലൈറ്റ് കയറാൻ തുടങ്ങുമ്പോ ഖുത്ബയോദിയ മിമ്പറിൽ അന്ന് അറഫയാ. ഉസ്താദ് നോമ്പെടുത്തേക്കണ്, പെരുന്നാളും ആഘോഷിച്ചേക്കണ്, ജനങ്ങളും ആഘോഷിച്ചേക്കണു. ഇതതിന്റെ പ്രശ്നമാണ്. നമ്മൾ ജനങ്ങളോട് സാന്ദർഭികമായി സമകാലികമായി അള്ളാഹുവിന്റെ ഖുർആനും ഹദീസും ജനങ്ങളെ പഠിപ്പിക്കുന്ന ഖുത്ബ, അത് ജനങ്ങളുടെ ഭാഷയിൽ, അതാ പ്രവാചകന്റെ സുന്നത്ത്. ആ സുന്നത്തിനെയാ നമ്മളിവിടെ നടപ്പാക്കുന്നത്. അതുപോലെ പ്രിയമുള്ളവരെ, വിദഅത്തുകൾക്ക് ഇടം വെക്കല്ലേ. നമ്മൾ വിചാരിക്കണം എന്താ, ഒരു അന്നദാനം നല്ലതല്ലേ, കുറച്ച് ദിക്ർ നല്ലതല്ലേ, ഖുർആൻ ഇങ്ങനെ പാടിയ നല്ലതല്ലേ, മരിച്ച ഒരു 70,000 ദിക്ർ പള്ളിയിൽ ഇരുന്ന് ഉറക്കപ്പാടിയാൽ നല്ലതല്ലേ എന്ന് ചിന്തിക്കുന്നവരോട്, പ്രിയമുള്ളവരെ, മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു എന്ന് പറയുമ്പോ അതിലൂടെ കാണാ ഒരാള് തുമ്മിയിട്ട് പറയുന്നു അൽഹംദുലില്ലാഹ് വസ്സലാമു അലാ റസൂലില്ലാഹ്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ. അല്ലാഹുവിന്റെ മുത്തനബിയുടെ സുന്നത്തുകൾ ഇങ്ങനെ ഒപ്പിയെടുക്കുന്ന മുത്തബിഉസ് സുന്നഹ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അവിടുന്ന് ജനങ്ങളോട് പറയുന്നൊരു വാക്കുണ്ട്, വലൈസ ഹകദാ അല്ലമനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതുപോലെ പറയാൻ ലോകത്തിന്റെ മുത്ത് നമ്മളോട് പറഞ്ഞു തന്നിട്ടില്ല. തുമ്മിയാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ പഠിപ്പിച്ചത് റസൂലുള്ളാഹിയാണ്. അതിന്റെ കൂടെ വസ്സലാമു അലാ റസൂലില്ലാഹ്, നല്ല പദമല്ലേ, നല്ല അർത്ഥമല്ലേ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടില്ല. ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന 924 നമ്പർ ഹദീസുണ്ട്. മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹുവിനെ കാണാ സൽമാൻ റളിയല്ലാഹു അൻഹു കടന്നു വരുമ്പോ അബൂദർദാന്റെ ഭാര്യ ഉമ്മുദർദാ ഒരു പരാതി പറഞ്ഞു. നിങ്ങളുടെ സഹോദരനുണ്ടല്ലോ അബൂദർദാ, കുടുംബമായിട്ടൊരു ശ്രദ്ധയില്ല, പകല് മുഴുവൻ നോമ്പാണ്, രാത്രി മുഴുവനും നമസ്കാരമാണെന്ന് പറയുമ്പോ സൽമാൻ റളിയല്ലാഹു അൻഹു കാത്തിരിക്കുകയാണ്. അബൂദർദായിനോട് പറയുന്നുണ്ട്, നിർബന്ധിച്ചുകൊണ്ട് നോമ്പ് തുറക്കണമെന്നാണ്. രാത്രിയിലൂടെ നമസ്കരിക്കാനായി നിൽക്കുമ്പോ നിന്റെ കുടുംബത്തിനോടും നിനക്ക് ഹക്കുണ്ട് അബൂദർദാ എന്ന് പറഞ്ഞ സൽമാൻ റളിയല്ലാഹു അൻഹു രാത്രിയുടെ അവസാനമാണ് നമസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് എങ്കിലോ നേരെ, പ്രിയമുള്ളവരെ, സുബഹിന്റെ നേരമാകുമ്പോ അബൂദർദാ റളിയല്ലാഹു അൻഹു ഓടുകയാണ് പ്രവാചകന്റെ സന്നിധിയിലോട്. അവിടെ ചെന്ന് പറയുന്നുണ്ട്, നബിയേ, ഇന്നലെ വരെ കടന്നുപോയ എന്റെ ജീവിതങ്ങളിലോട് എല്ലാ പകലുകളും എന്റെ റബ്ബിന് വേണ്ടി ഞാൻ നോമ്പെടുത്തിരുന്നവനാണ്. രാത്രിയുടെ അന്ത്യാമങ്ങൾ മുഴുവനും ഇതാ അല്ലാഹ്ക്ക് വേണ്ടി ഞാൻ നിസ്കരിച്ചിരുന്നവനാണ്. പക്ഷെ ഇതാ എന്റെ സൽമാൻ അതിനെ മുടക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോ A to Z കേട്ട ലോകത്തിന്റെ പ്രവാചകന്റെ മറുപടി എന്താണെന്നറിയോ? സ്വദഖ സൽമാൻ, സൽമാനിന്റെ വാക്കാണ് ഹക്കോ, സൽമാൻ ചെയ്തതാണ് ശരിയെന്നാണ്. പ്രിയമുള്ളവരെ, നോമ്പ് നല്ല കാര്യമാണ്, നിസ്കാരം നല്ല കാര്യമാണ്. ഒരു ദിവസം പോലും ഗ്യാപ്പ് വരാതെ തുടർച്ചയായി നോമ്പെടുക്കാ, ശഅബാന് മൊത്തം നോമ്പെടുക്കാമെന്ന് കരുതുന്നവര്, 96 നോമ്പെടുക്കാമെന്ന് കരുതുന്നവര് അല്ലാഹുവിന്റെ മുത്ത് റസൂല് പഠിപ്പിച്ചിട്ടില്ല. ഉള്ളതിനപ്പുറത്തേക്ക് നീങ്ങാനുള്ള അവകാശമില്ല. ബഹുമാന്യനായ ടി.കെ. അഷ്റഫ് സാഹിബിന്റെ സംസാരങ്ങളിലൂടെ ശഅബാനിന്റെ പകുതിയിലെ ബറാഅത്തിന്റെ വിഷയങ്ങളെ കടന്നു വന്നപ്പോ, പ്രിയമുള്ളവരെ, ഒറ്റ കാര്യമേ ആ വിഷയത്തിലൂടെ നിങ്ങളോട് പറയാനുള്ളൂ. ഹമീം വൽ കിതാബിൽ മുബീൻ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക. അനുഗ്രഹീതമായ രാത്രിയിലാണ് ഖുർആൻ ഇറങ്ങിയത് എന്ന് പേര് പറഞ്ഞ് ബറാഅത്ത് രാവിനെ കൊണ്ട് നടക്കും
നടത്തുന്ന ആളുകളോട് തഫ്സീറുൽ ഖുർആനുൽ അദീമിൽ അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ് വമൻ ഖാല ഇന്നഹാ ലൈലത്തു നിസ്ഫി മിൻ ശഅബാൻ, അനുഗ്രഹീതമായ രാത്രി ശഅബാനിന്റെ പകുതിയിലാണെന്ന് ആരെങ്കിലും പറഞ്ഞു പോയാൽ ഫഖദ് അബ്അദൻ നജാവൻ, സത്യത്തിൽ നിന്ന് ഒരുപാട് വിദൂരത്താണ്. ഫഇന്ന നസുൽ ഖുർആനി ഫഇന്നഹാ ഫീ റമളാൻ, ഖുർആനിന്റെ ഖണ്ഡിതമായ അഭിപ്രായം അത് റമളാൻ എന്നാണ്. ഇക്രിമയുടെ ദുർബലമായ ഹദീസാണോ നിങ്ങൾ തെളിവുദ്ധരിക്കുന്നതെങ്കിൽ ആ ഹദീസ് ദഈഫാണെന്ന് അതേ തഫ്സീറുകളിലൂടെ വിശദീകരിച്ചിട്ട് പറയാറ്. ഖുർആനിന്റെ നസ് എന്താണെന്നറിയുമോ? ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, റമളാൻ മാസമാണ് ഖുർആൻ അവതീർണമായത് എന്നാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ടും അവസാനിക്കുന്നില്ല. ആ പുണ്യമാക്കപ്പെട്ട രാത്രി ഏതാണ്? ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, അത് ലൈലത്തുൽ ഖദറാണ്. അവസാന പത്തിലാണ് നമ്മളോട് പ്രതീക്ഷിക്കാൻ പറഞ്ഞതെങ്കിൽ അന്ന് പ്രത്യേകമായ ഖബർ സിയാറത്തിന് പള്ളിയിലേക്ക് വരണമെന്ന് പറയുന്ന ആളുകളോട് പള്ളിയിലിരുന്ന് 3 യാസീനോതും. അത് കാളിയാല പള്ളിയിൽ കാണൂല. എന്തുകൊണ്ടാണെന്നറിയോ? ഒന്ന്, ഞാൻ നാടന്മാരോട് പറയണേ, നാടന്മാരോടാണ്. പള്ളിയിൽ ഉസ്താദുമാര് പറയും മരിച്ചോർക്ക് വേണ്ടിയൊക്കെ യാസീൻ ഓതിയിട്ട് ചീരനൊക്കെ ഇട്ട് ഖബർസ്ഥാനിക്ക് വരാൻ. അത് വരണ്ട. നിങ്ങൾ വെള്ളിയോ ബറാഅത്തോ അല്ലെങ്കിൽ പെരുന്നാളൊക്കെ ആക്കണ്ട. നിങ്ങളുടെ ഉമ്മാന്റെ ഉപ്പാന്റെ ഖബറിക്ക് നിങ്ങൾ പോയിക്കോളി. സുന്നത്തായ കാര്യ ഖബർ സിയാറത്ത്. അവർക്ക് വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നേ മുജാഹിദുകൾ പറഞ്ഞോളൂ. പക്ഷേ അന്ന് വന്നില്ലേ, ബറാത്തിന് ചീരണി കൊണ്ട് വന്നില്ല, ഇവർക്ക് ഉപ്പാനോട് ഉമ്മാനോടൊന്നും സ്നേഹമില്ല എന്ന് പറയുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, 99% പള്ളികളിലെയും ഖത്തീബുമാര് ആ നാട്ടുകാരല്ലല്ലോ. വേറെ നാട്ടിൽ നിന്ന് ഇവിടെ ജോലി ആവശ്യാർത്ഥം വന്നതല്ലേ. നാട്ടുകാരുടെ മുഴുവൻ വാപ്പാക്കും ഉമ്മാക്കും ദുആ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഖബർസ്ഥാനിക്ക് പോകുമ്പോ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ആ ഉസ്താദിന്റെ നാട്ടില്, ആ ഉസ്താദിന്റെ മഹല്ലില്, ആ ഉസ്താദിന്റെ ഖബർസ്ഥാനില്, ആ ഉസ്താദിന്റെ ബാപ്പാന്റെ ഉമ്മാന്റെ ഖബറിൽ ദുആ ചെയ്യാൻ എന്തേ ഉസ്താദുമാര് പോയില്ല? അവർക്ക് ഉമ്മാനോടും വാപ്പാനോടും സ്നേഹല്ലേ? ഇല്ലേ? അന്ന് പുണ്യുണ്ടെന്നും അന്ന് കൽബ് ഗോത്രക്കാരുടെ ആടിന്റെ രോമങ്ങളെക്കാൾ കൂടുതൽ ചെറുപാപം കിട്ടുമെന്ന് നിങ്ങൾ പറയുന്ന ഹദീസ് ഹജ്ജാജ് ഇബ്നു അർത്താത്ത് എന്ന് പറയുന്ന മനുഷ്യനാണ് ഉദ്ധരിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് ഹദീസ് സ്വീകരിക്കില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ. കാന ലാ യഹ്ദുറുൽ ജമാഅ, നിസ്കാരത്തിന് പോലും പള്ളിക്ക് വരാത്ത മനുഷ്യനാണ് ഹജ്ജാജ് ഇബ്നു അർത്താത്ത് എന്ന് പറഞ്ഞവർ. ഇമാം നസായി പറഞ്ഞത് ലൈസ ബിഖവി, ഹദീസ് സ്വീകരിക്കാൻ മാത്രമുള്ള ബലവാനില്ല. അങ്ങനെയുള്ള ഒരാൾ ഉദ്ധരിച്ചതാണോ പ്രിയമുള്ളവരെ മതത്തിന്റെ മാനദണ്ഡം? അതുകൊണ്ട് ഞങ്ങളുടെ പള്ളിയിൽ അന്ന് പ്രത്യേകമായി ഇന്നൊരു ദിവസം നിർണയിച്ച് എന്ന് പറയില്ല. നേരെ മറിച്ച് അവിടെ ഖുർആൻ ഉണ്ടാകും, അവിടെ ഖുർആനിന്റെ പഠനങ്ങൾ ഉണ്ടാകും, അവിടെ ഹദീസിന്റെ ക്ലാസുകൾ ഉണ്ടാകും. കാരണം അത് മുത്തുനബിയുടെ ശരീരിൽ നിന്ന് കടന്നു വന്നതാണ്. ഇനി പ്രിയമുള്ളവരെ, ഗൗരവമുള്ള 1-2 കാര്യങ്ങൾ കൂടെ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഈ സംസാരത്തിന് ഞാൻ സമാപനം കുറിക്കുകയാണ്. പ്രിയമുള്ളവരെ, പള്ളി മിനാഹാരങ്ങളിൽ നിന്ന് കേൾക്കേണ്ട വാക്കുകൾ എന്താണെന്നറിയോ? ഓരോ മാസങ്ങളിലും ഓരോ ആചാരങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരികയാണ്. നബിദിനമാണ്, ജീലാനി ദിനമാ എന്ന് പറഞ്ഞ് ഓരോ ദിനങ്ങൾ ഉണ്ടാക്കി അതിലൂടെ പാടുന്നവര് ചൊല്ലുന്നവരെ മദ്ഹ് പറയുകയാണെന്ന് പറഞ്ഞിട്ട് പാട്ടുകളായി വെറുതകളായി വിളിക്കുന്ന വിളികളിൽ പോലും ബഹുമാനത്തിന് നിരക്കുന്ന രീതികളിലൂടെ. കാരണം എന്താ അറിയോ? എല്ലാ ദിനാചരണങ്ങളാണ്. നബിദിനം വന്നു. ഇസ്ലാമിലെ ദിനാചരണങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്റെ ബഹുമാനപ്പെട്ട ജ്യേഷ്ഠ സഹോദരൻ സുബൈർ സലഫി നിങ്ങളോട് സംസാരിക്കും തൗഹീദിന്റെ മേഖല. അതിന്റെ ഞാൻ പറയണത് വെച്ചാല് സുന്നത്തായി നമ്മളോട് പഠിപ്പിക്കപ്പെട്ട വിഷയങ്ങളിലൊക്കെ തൗഹീദേ കാണുള്ളൂ. ഇതിങ്ങനെ ഓരോ ദിവസം ഉണ്ടാക്കി അതിന്റെ ഏറ്റവും വലിയ സിമ്പിളാണ്. ഇസ്ലാം ഉണ്ടാക്കിയ ദിനാചരണങ്ങളൊക്കെ ആഘോഷിച്ചൊക്കെ ചെറിയ പെരുന്നാള് നമ്മൾ എന്താ പറയാ? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ. അല്ലാതെ ആരാധനയില്ല. ഹജ്ജ് പെരുന്നാൾ വന്നാ ഇബ്രാഹിമിന്റെ ത്യാഗം പറയുമ്പോ, ഹാജറിന്റെ നൊമ്പരങ്ങൾ പറയുമ്പോ, ഇസ്മായിലിന്റെ വേദനകൾ പറയുമ്പോഴും ഇബ്രാഹിം നബിയോടല്ല, ഇസ്മായിൽ നബിയുടെ ഹക്ക് ജാഹ് ബറക്കത്തോണ്ടല്ല, ഹാജറിനല്ല കൊടുത്ത കഴിവുകൊണ്ടല്ല. അന്നും പറയുന്നു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ.
ശിവര് ദിനാചരണം ഉണ്ടാക്കിയപ്പോഴോ ഈ ജനുവരിയിൽ കാഞ്ഞിരമുറ്റം ആണ്ട് ഫരീദ് ഔലിയ പിന്നെ ഷെയ്ഖ് ഫരീദ് ഔലിയയുടെ ആണ്ട് നേർച്ച കടന്നുപോയില്ലേ? ആരോടെ തേടി? നാഗോരാണ്ടവൻ ബീരാൻ സാഹിബ് ഷാഹുല്ലമീദേ കാത്തിടണേ, കാഞ്ഞിരമുറ്റം ഷെയ്ഖ് ഫരീദ് അവർ ഔലിയ ഞങ്ങളെ കാത്തിടണേ, ഔലിയ ഞങ്ങളെ കാത്തിടണേ. ഷെയ്ഖ് ഫരീദ് ഔലിയ ഞങ്ങളെ കാക്കണേന്നാണ്. നിങ്ങൾക്ക് അതിന്റെ പല്ലവി പറഞ്ഞ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. അഹദേ ഞങ്ങളുടെ കഴിവിന്റെ കഴിവുകൾ ഇവിടെ തുടങ്ങട്ടെ യാ അല്ലാഹ്, ചൊല്ലി സലാത്ത് സലാമും ചൊല്ലി ഇവിടെ തുടങ്ങട്ടെ യാ അല്ലാഹ്. ആദ്യം അള്ളഹാനോടാണ്. കുത്തുബിയത്ത് പോലെ കുത്തുബിയത്തിന്റെ ആദ്യത്തെ വരി അള്ളഹാനോടാണല്ലോ. കാരണം എന്താ അറിയോ? അത് ഒറിജിനൽ ഷെയ്ഖിന്റെ കിതാബ് നിർത്തതാ, ബാക്കി ഇവരുണ്ടാക്കിയതാണ്. മൊഹീദ്ദീൻ ഷെയ്ഖിന്റെ ട്രാക്ക് അള്ളഹാനോടും ഇവരുടെ ട്രാക്ക് മൊഹീദ്ദീൻ ഷെയ്ഖിനോടാന്ന് ബോധ്യപ്പെടുന്ന പോലെ ഇതും അങ്ങനെയാണ്. അത് കഴിഞ്ഞ് നബിദിനം വന്ന ആരോടെ? മുത്തുനബിയോട്. ഒരു യാ സയ്യിദ സാദാത്ത് മാത്രമല്ല, ഒരു ഇർതകബത്ത് മാത്രമല്ല, അബ്ദുക്കൽ മിസ്കീനോ യർജോ, റസൂലേ അങ്ങയുടെ പാവപ്പെട്ടതായ അടിമ ഇതാ വന്നിരിക്കുന്നു നബിയേ. നമ്മൾ ആരടിമയാ? അള്ളാന്റെ അടിമയാ, റസൂലും അള്ളാന്റെ അടിമയാ. അവിടെ നിന്ന് സൂറത്ത് ബഖറ 24-ാമത്തെ ആയത്ത്, വഇൻ കുൻതും ഫീ റൈബി മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ. 17-ാമത്തെയും സൂറത്ത് ഇസ്റാ 1-ാമത്തെ ആയത്ത്, സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി. എന്റെ അടിമയാ റസൂൽ. റസൂലുള്ളാന്റെ അടിമയല്ല നമ്മളും അള്ളാന്റെ അടിമയാ. മുത്ത് നബിയുടെ ഉമ്മത്താൻ. നബിയോട് ഇങ്ങനെ തേടി. അത് കഴിഞ്ഞ് ജീലാനി തന്നെ റബീഉൽ ആഖിർ വന്നപ്പോ നമ്മൾ വിചാരിച്ചു ജീലാനി ജനിച്ചതോ അല്ലട്ടോ, ജീലാനി മരിച്ചതാ. എന്താ ജീലാനി ജനിച്ചത് ആഘോഷിക്കാത്തെ? അത് റമദാൻ ഒന്നിനാണ്. ഓൾറെഡി ആ മാസം ബദ്രീങ്കൽ ആണ്ടുണ്ട്. 12 മാസത്തെ സ്കെച്ച് ഇങ്ങനെ കറക്റ്റാണ്. അതിലിങ്ങനെ തേടി വന്നു. എന്നിട്ട് ജീലാനി ദിനത്തിൽ ജീലാനിയോട്, ആദരവായ റസൂലൊളിവേ 14-ാം മകനായവരെ, ബദാദിൽ മറപ്പെട്ടൊളിവേ ഷെയ്ഖ് മുഹിയുദ്ദീൻ തങ്ങളെ കാത്തിടണേ. പ്രിയമുള്ളവരെ, മുഹിയുദ്ദീൻ ഷെയ്ഖിനോട് മാത്രമാണോ? നോക്ക് നിങ്ങള്, ജിന്നൗലിയാക്കൾക്ക് ഫാത്തിഹ വരെ അയച്ചു കൊടുത്തിട്ട് മിനൽ ജിന്നി വൽ ഇൻസി കുബറാഇഹിം വറസാഇഹിം, അല്ലാഹുവിന്റെ പള്ളി മിനാരങ്ങളിൽ നിന്ന് വഅന്നൽ മസാജിദ ലില്ലാഹ്, പള്ളികളെല്ലാം അല്ലാഹുവിനുള്ളതാണ്, അല്ലാഹുവിന്റെ കൂടെ മറ്റാരോടും നിങ്ങൾ ദുആ ചെയ്യല്ലേ എന്ന് പറഞ്ഞ ആയത്തിന് ഇജൽ ഖൽബക മസ്ജിദാ, നിന്റെ ഹൃദയത്തെയാണ് നീ പള്ളിയാക്കി മാറ്റേണ്ടത്. ആ ഹൃദയമാകുന്ന പള്ളിയിൽ അല്ലാഹുവിന്റെ കൂടെ മറ്റാരോടും നിങ്ങൾ തേടല്ലേ എന്ന് വിശദീകരിച്ചത് മുഹിയുദ്ദീൻ ഷെയ്ഖാ. അവിടുത്തെ ഫത്ഹുർ റബ്ബാനിലെ അതേ മുഹിയുദ്ദീൻ ഷെയ്ഖിനോടാ തേടണേ. എന്നിട്ട് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞേ. ജിന്ന നേതാക്കന്മാരെ അഹ്മർ വത്തംറയാത്ത് വഹസ്തലഹ്കോഷ മൈമൂൻ ഹദലയാദ് നസ്തലസോഷ മൈമൂൻ സുന്നിക്കോ ശതതഷ്കോഷ അബിയൽ ശംഹൂറ സൗബിആ അല്ലദീന ആഹദുല്ലാഹ വനബിയഹു സുലൈമാൻ അലൈഹിസ്സലാം. കാളിയാലയിലെ പള്ളി ഇത് വെറുതെ ഉണ്ടാക്കിയതല്ല. അല്ലാഹുവിന്റെ തൗഹീദ് പറയാ, മിനാരത്തിൽ നിന്ന് ഇസ്ലാം ഉള്ളത് വരാ. പ്രിയമുള്ളവരെ, എവിടെ നിന്നാണ് ജിന്ന ഉലിയാക്കളെ കിട്ടിയത്? എന്നിട്ട് പറഞ്ഞില്ലേ, വമയുനാദിസ്മി അൽഫം ബിഹൽവതിഹി അസ്മം ബിഹിമ്മതിഹി സുർമൻ ലിഅഫവതിഹി ബഅദ സ്വലാത്തി ഇസ്നതൈ അശ്റത മിൻ റക്അ മഅൽ ഫവാതിഹി വൽ ഇഖ്ലാസ് മഅ ഖളിയാ. ഫാത്തിഹ സൂറത്ത് ഓതി, ഇഖ്ലാസ് സൂറത്ത് ഓതി 12 റക്അത്ത് നിസ്കരിച്ചിട്ട് 1000 തവണ റബീഉൽ ആഖിർ മാസത്തിൽ പള്ളിയുടെ മിനാരത്തിൽ കൂടെ വിളിച്ചപ്പോ എന്ത് ആദരവാണ് മിമ്പറിനോട് നിങ്ങൾ കാണിച്ചത്, എന്ത് ബഹുമാനമാണ് പള്ളിയോട് നിങ്ങൾ കാണിച്ചത്, പള്ളിയുടെ മിനാരത്തിനോട് എന്ത് ആദരവാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കടന്നു വന്നത്. കാരണം എന്തേ? ഷെയ്ഖിനെ വിളിച്ചത് എങ്ങനെയാണെന്നറിയോ? ലൈറ്റ് ഒക്കെ ഓഫാക്കി വെക്കുകയാണ്. കാരണം ഒറ്റക്ക് വിളിക്കണ്ട്. ലൈറ്റ് ഇട്ടാൽ ഒരുപാട് ആളുകളില്ല. കള്ളിപ്പൂച്ച പാല് കുടിക്കുമ്പോ കണ്ണടക്കുന്നത് പൂച്ച ധരിക്കുന്നത് ആരാരും എന്നെ കാണില്ല എന്ന് ധരിക്കുന്നത് പോലെ പള്ളിയിലൂടെ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് 1000 തവണ വിളിക്കാണ്.
ആ വിളി എന്തെന്നറിയോ? യാ ഔസി യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, യാ ഔസി യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. എന്തെന്നറിയോ? ആ കേറിപ്പോവാനുള്ള ഒരു സിമ്പലാ അത്. അത് കിട്ടി 1000 വട്ടം വിളിക്കണത് കുറച്ചും കണ്ട് വിളിയെത്തുമ്പോ പള്ളിന്ന് കേൾക്ക. പള്ളിന്ന് ഒരന്യന്റെ ഒരു നഷ്ടപ്പെട്ട മുതല് തെരഞ്ഞു നടക്കുന്നവനോട് അത് നിനക്ക് കിട്ടാതിരിക്കട്ടെ എന്ന് പറയാൻ പഠിപ്പിച്ച പള്ളി. മറ്റൊരു ശബ്ദം വേണം ഷെയ്ഖിനെ വിളിക്കാൻ. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ബഹുമാനിക്കുന്ന ഒരാൾ അങ്ങനെ വിളിക്കോ? ഡൈനിങ് ടേബിളിൽ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി വെച്ചിട്ട് ഉമ്മ പറഞ്ഞു, മോനെ വാപ്പതട സിറ്റ് ഔട്ടിൽ പത്രം വായിക്കണം, വാപ്പാനെ ചായ കുടിക്കാൻ വിളിക്കുന്നു. മോൻ ഓടിപ്പോയിട്ട് ഇവിടെ വാപ്പ. ഓ, വാപ്പാനോട് എന്ത് സ്നേഹമുള്ള മോനാണ്, ബഹുമാനമുള്ള മോനാണ്, ആദരവുള്ള മോനാണ്, ആരും പറയില്ല. ഇല്ല. അള്ളാന്റെ പള്ളികളിൽ നിന്ന് ഉയരുന്നത് അപശബ്ദങ്ങളാണെങ്കിൽ പ്രിയമുള്ളവരെ, അതല്ലാട്ടോ പള്ളിയോടുള്ള പുണ്യം വാങ്ങാനുള്ള മാർഗങ്ങളെങ്കിലോ. അതുകൊണ്ടാണ് കാളിയാലയിലെ മസ്ജിദ് എന്നുണ്ടെങ്കിലോ പ്രിയമുള്ളവരെ, ആരുടെ പേരിലാണോ മങ്കുസ് മൗലിദാണ് പാരായണം ചെയ്യുന്നതെങ്കിലോ പ്രിയമുള്ളവരെ, 2 ഹിക്കായത്ത് പാരായണം ചെയ്യുമ്പോഴേക്കോ 50-ലധികം കളവാ അള്ളാഹാന്റെ മുത്തുനബിയുടെ പേരിലോട് പറയുന്നത് എന്നുണ്ടെങ്കിലോ തീർന്നിട്ടില്ല. അമ്പലത്തിലെ പൂജാരിയുടെ പേര് പറയുന്നുണ്ട്. ഫഖാല ഉസ്മാൻ ബിൻ ഹുവൈരിസ് മാലുഹു എന്ന് പറഞ്ഞു മങ്കുസ് മൗലിദ് ഓതുമ്പോ അറബി പേര് കേൾക്കുമ്പോ പാവങ്ങളൊക്കെ പറയാണ് റളിയല്ലാഹു അൻഹു. പ്രിയമുള്ളവരെ, ഉസ്മാൻ ബിൻ ഹുവൈരിസ് എന്നത് പള്ളി അമ്പലത്തിലെ പൂജാരിന്റെ പേരാണോ? അവിടുന്ന് ബിംബമേ നീ എന്താ വീണ് കിടക്കുന്നത് എന്ന് വിളിക്കുന്ന ആളുകളോട് തൗഹീദിനുള്ള പള്ളിയല്ലേ. പ്രിയമുള്ളവരെ, ഒന്നുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചോട്ട്. അള്ളാന്റെ ദീനിലോട് പുതിയ ആചാരങ്ങൾ ഇങ്ങനെ കൊണ്ടുവരുമ്പോ അവൻ വാദിക്കുന്ന വാദം എന്താണെന്നറിയോ? ഇമാം ഷാത്തിബി തന്റെ അൽ-ഇഅ്തിസാം എന്ന് പറയുന്ന കിതാബിന്റെ 49-ാമത്തെ പേജിലോ അവിടുന്ന് മഹാനായ ഇമാം ദാറുൽ ഹിജ്റ മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായം എടുത്തുദ്ധരിക്കുന്നുണ്ട്. 5-ാം അധ്യായത്തിലെ 3-ാമത്തെ ആയത്തിന്റെ വിശദീകരണമായി പറയാ, ആരെങ്കിലും മതത്തിലോട് പുതുതായ ഒരു ആചാരത്തെ കൊണ്ടുവന്നാൽ അവൻ ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദ് ഖാന ഫിർ റിസാല, അല്ലാഹുവിന്റെ റസൂൽ വഞ്ചകനാണെന്നവൻ വാദിച്ചിരിക്കുന്നു എന്ന്. പ്രിയമുള്ളവരെ, ഹരീസുൻ അലൈക്കും, നമ്മളോട് ഇഷ്ടമുള്ള നബിയല്ലയോ ആ റസൂലുള്ളാഹിനെ എത്ര സ്വലാത്ത് ചൊല്ലിയാലാ മതി വരാ, എത്ര മദ്ഹ് പറഞ്ഞാലാ മതി വരാത്തതോ? എന്നിട്ടും എന്തിനേ റസൂലുള്ളാഹിന്റെ ദീനിൽ കളങ്കമുണ്ടാക്കുന്നതോ? ആ ഹബീബ് പറഞ്ഞ സുന്നത്തുകൾ ധാരാളമല്ലയോ? ഒരുപാട് സ്വലാത്തില്ലയോ? ഹാഹൂ ഹി ഹയ്യ ദിക്റുകളല്ല പള്ളികളിൽ നിന്ന് വരാനുള്ളത്. അച്ചടക്കത്തോടെ സ്വന്തമായി ലളിതമായി ചെല്ലാൻ എത്രയെത്ര ദിക്റുകളുണ്ട് പഠിപ്പിച്ചു തന്നതോ? ആ മുത്തുനബിയോട് നമ്മൾ ആദരവ് കാണിക്കല്ലേ. സിറാത്ത് പാലത്തിലൂടെ കടന്നു വരുന്ന രംഗങ്ങളിലോ പ്രിയമുള്ളവരെ, നടക്കാൻ കഴിയാതെ നിരങ്ങുന്നവരെ, വയറിന്റെ മേലെ എഴയുന്നവരോ അവിടുന്ന് നോക്കണേ. സൈഫിനെക്കാളും മഹദ്ദുമിന സൈഫ്, വാളിനെക്കാളും മൂർച്ചയുണ്ട്, മുടിയെക്കാളും ലോലതയുണ്ട്. മസില്ലാതിങ്ങനെ വഴുതി പോകുന്നതാണ്. കൊളുത്തുകളാൽ വലിച്ചെറിയപ്പെടുന്ന രംഗങ്ങളിലോ ആദ്യമായി മിന്നൽ പിളർ പോലെ കടന്നു പോകും ലോകത്തിന്റെ മുത്തോ തന്റെ ഉമ്മത്തിനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, റബ്ബി സല്ലിം റബ്ബി സല്ലിം, അല്ലാഹുവേ എന്റെ ഉമ്മത്തിനെ രക്ഷിക്കണേ അല്ലാ എന്ന് നമുക്ക് വേണ്ടി സംസാരിച്ച റസൂലുള്ളാഹ് ലോകത്തോട് വിട പറയുമ്പോ ആയിഷ, ഫാത്തിമ, ഹസനെ, ഹുസൈനെ എന്ന് വിളിക്കാതെ ഈ കാളിയാലയുടെ മണ്ണിൽ ഒരുമിച്ച് കൂടിയ നമ്മെ പോലും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഉമ്മത്തി ഉമ്മത്തി എന്ന് വിളിച്ച ലോകത്തിന്റെ മുത്തില്ലയോ സല്ലല്ലാഹു അലൈഹി വസല്ലം അനാദരവ് കാട്ടല്ലോ, പുത്തനാചാരങ്ങളെ കൊണ്ടുവരല്ലോ. അവിടുന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാൻ ഭാഗ്യമുണ്ടാവില്ലട്ടോ. ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാതെ ആട്ടിയോടിക്കപ്പെടുന്നവരായി മാറുമെന്നാണോ? മാത്രമല്ല ശിർക്കിന്റെ വരികളാണ് കടന്നു വരുന്നത് എങ്കിലോ അള്ളാന്റെ ഹബീബിന്റെ ദീനില്ലയോ? പാറ
നിബിഡമാണ് മക്കയുടെ മണ്ണെന്നുണ്ടെങ്കിലോ, അവിടെയാണ് അള്ളാന്റെ ഹബീബിനെ ചവിട്ടി മതിച്ചത് എന്നുണ്ടെങ്കിലോ, അവിടെയാണ് രക്തം വാർന്ന് വീണത് എന്നുണ്ടെങ്കിലോ, ത്വായിഫിന്റെ ജബലടുക്കുകൾക്ക് താഴെ തൗഹീദ് പറയാനായി കടന്നു ചെല്ലുമ്പോ ചട്ടമ്പി കുട്ടികളെ കൊണ്ട് കല്ലെറിഞ്ഞ് നെറ്റിയിൽ നിന്ന് കാലിൽ നിന്ന് രക്തം ഇങ്ങനെ ധാരധാരായി ഒഴുകുമ്പോ മദീനയുടെ ബാബുസലാമിലൂടെ കടന്നു വന്ന് റസൂലുള്ളാഹിന്റെ മിമ്പറും കടന്ന് റൗദാ ശരീഫും കടന്ന് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയുമ്പോ രോമം എഴുന്നേറ്റ് നിന്നത്, കണ്ണു നിറഞ്ഞൊലിച്ചത് മുത്തുനബിയോടുള്ള ഇഷ്ടമായിരുന്നുവെങ്കിലോ ചിന്തിക്കാൻ പറ്റോ? കല്ലേറ് കൊണ്ട് താഴെ വീഴുമ്പോ എന്റെ ബോധം പോയി എന്ന് പറയുമ്പോ ഒരു തുള്ളി ദാഹജലം അവര് തന്നില്ല നബിയേ എന്ന് പ്രവാചകനോട് സങ്കടം പറയുന്ന അവസ്ഥകൾ ഉണ്ടായിരുന്നെങ്കിലോ, 600 ചിറകുകളോട് ജിബ്രീലിനെ കണ്ട നിമിഷമാണെങ്കിലോ, പർവ്വതങ്ങളുടെ ഉത്തരവാദിത്തമുള്ള മലക്കുൽ ജിബാൽ പെയ്തിറങ്ങിപ്പോയ നിമിഷമാണെങ്കിലോ, എന്റെ ചിറക് കണ്ടോ, ചിറകിന്റെ താഴെ പർവ്വത നിരകളെ കണ്ടോ, അങ്ങൊരു വാക്ക് തന്നാൽ അവരെ ഞാൻ നശിപ്പിച്ചുകൊള്ളാ യാ റസൂലല്ലാഹ്. എന്തിനാ ഹബീബിന്റെ നൊമ്പരങ്ങളോ, എന്തിനാ വേദനകളോ? പറന്ന് വീണ മണ്ണിൽ നിന്ന് ആട്ടിയോടിക്കുമ്പോ പിച്ച വെച്ച് നടന്ന മക്കയുടെ മണ്ണിനോട്, ഓടി നടന്ന മക്കയുടെ ഹൃദയത്തോട്, പറന്ന് വീണ മക്കയുടെ മടിത്തട്ടിനോട്, ഹൃദയം പറിച്ചെടുത്ത വേദനയോടുകൂടെ യാത്ര പറയുമ്പോ എന്തിനാ ഈ നൊമ്പരങ്ങള്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. പുത്തനാചാരങ്ങൾ വഴി പള്ളി മിമ്പറില്, പള്ളി മിനാരങ്ങളില്, പള്ളി മിഹ്റാബിലോട് അല്ലാഹുവിന്റെ റസൂലിന്റെ ദീനിനെ നിരക്കാത്തത് വരല്ലേ എന്റെ പ്രിയമുള്ളവരെ? ഒരൊറ്റ വേദനയെ ജനങ്ങളോട് പറയാനുള്ളൂ. പ്രിയമുള്ളവരെ, ശിർക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ പ്രതിപാദിക്കപ്പെടുമ്പോ പള്ളിയുടെ ഉത്തരവാദിത്വങ്ങളെ മനോഹരമായി നിറവേറ്റാൻ, ആ സുന്നത്തിനെ ഹയാത്താക്കി കൊണ്ട് നടക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ ജന്നാത്തുൽ ഫിർദൗസിലും അള്ളാഹു നാം ഇവരെയും ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. അള്ളാഹുവേ, ഇതിന്റെ ആദ്യ നാൾ മുതൽ പലവിധ സമ്മർദ്ദങ്ങളിലും പ്രയാസങ്ങളിലും പ്രബോധനത്തിന്റെ ബുദ്ധിമുട്ടുകളും മുഖാമുഖത്തിലുണ്ടായ പ്രഹരങ്ങളും അതിന്റെ വേദനകളും അതിന്റെ യാതനകളും അപകീർത്തിപ്പെടുത്തലുകളും എല്ലാം തരണം ചെയ്തിട്ടാണ് ഈ പള്ളി വന്നതെങ്കിൽ അല്ലാഹുവേ, മുഴുവൻ പ്രവർത്തനങ്ങളെയും കബൂൽ ചെയ്യണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. السلام عليكم ورحمة الله وبركاته.